ഹായ്. അപ്പോൾ നമുക്കിന്ന് കർമ്മഫലത്തെ പറ്റി സംസാരിക്കാം. ഈ കർമ്മം എന്താണ്? കർമ്മഫലം, കർമ്മ അല്ലെങ്കിൽ ലോ ഓഫ് കർമ്മ ഇതിനെപ്പറ്റിയൊക്കെ ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത്രയും വിശദീകരിച്ചൊന്നും പറയുന്നില്ല. മറ്റുള്ളവരുടെ കർമ്മഫലം നമ്മളിലേക്ക് വരുമോ എന്ന് പലർക്കും സംശയമുണ്ട്. എന്നോട് പലരും ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെപ്പറ്റി മാത്രം പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ആരുമായിട്ട് ഇടപഴകുന്നു, ആരാണ് നമ്മുടെ അടുത്ത ആൾക്കാർ, നമ്മുടെ കൂട്ടുകാർ, ഇവരുടെ എല്ലാ സ്വഭാവം നമ്മളെ നല്ലപോലെ ബാധിക്കും. അത് തന്നെ ഒരു തരത്തിലുള്ള കർമ്മഫലം ട്രാൻസിഷൻ ചെയ്യുന്ന പരിപാടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഭഗവത്ഗീതയിൽ സംഘം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആരുടെ കൂടെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു ഫീൽഡ് ഓഫ് കോൺഷ്യസ്നസ് നമ്മുടെ കോൺഷ്യസ്നസ്സുമായിട്ട് ലിങ്ക് ആകുമെന്ന് പറയും. അതായത് വളരെ ദേഷ്യമുള്ള ഒരാളുമായിട്ട് നിങ്ങൾ ഇടപഴകി കഴിഞ്ഞാൽ നിങ്ങൾക്കും ദേഷ്യമുള്ള ആളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഭയങ്കര വിഷമമുള്ള ഒരാളുമായിട്ട് നിങ്ങൾ ഇടപഴകി കഴിഞ്ഞാൽ അയാളുടെ ആ ഒരു വിഷമം നിങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ആളുകളെയൊക്കെ ഒഴിവാക്കി വരണമെന്നല്ല ഞാൻ പറയുന്നത്. എനിവേ ഇത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മുടെ ഒരു സെൽഫ് ഐഡൻറ്റിറ്റിയുടെ സ്ട്രെങ്ത് എത്ര കുറവാണോ അത്രയും ഫാസ്റ്റായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. നിങ്ങൾ തന്നെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പണ്ട് നമ്മൾ കുട്ടിക്കാലത്തിരുന്നപ്പോൾ നമ്മുടെ പേരൻസ് നമ്മളെന്ത് തെറ്റ് ചെയ്താലും നമ്മുടെ കൂട്ടുകാരെ കുറ്റം പറയും. അവൻ്റെ കൂടെ നടന്നിട്ടാണ് ഇവ ഇങ്ങനെ ആയിപ്പോയതെന്ന്. അതിലൊരു പകുതി സത്യമുണ്ട്. ഫുള്ള് സത്യമല്ല, പകുതി സത്യമുണ്ട്. പക്ഷേ അതിൽ പേരൻസ് അതായത് മറ്റൊരാൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ് സത്യം. അത് പക്ഷേ പേരൻസിന് പലപ്പോഴും തെറ്റിപ്പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ കൂട്ടുകാരനായിരിക്കില്ല നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമ്മുടെ മോശം സ്വഭാവത്തിന് കാരണം ചിലപ്പോൾ നമ്മുടെ പേരൻസ് തന്നെ ആയിരിക്കും. നിങ്ങൾ എത്ര പേരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വളരെ ടോക്സിക് ആയിട്ടുള്ള പേരൻസിൻ്റെ കുട്ടികൾ പലപ്പോഴും ടോക്സിക് ആവാനോ അല്ലെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ ചെന്ന് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. കാരണം അവരുടെ ഒരു ബ്രെയിൻ അങ്ങനെ അതിനോട് അട്രാക്റ്റഡ് ആയി പോകും. കാരണം അത് ഓക്കെയാണ്, അതിലാണ് ജീവിക്കുന്നത്, ജീവിതം ടോക്സിക്കിലോട് തന്നെ പോകണമെന്നൊരു ചിന്ത അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫിക്കേഷൻ അവരുടെ ഉള്ളിൽ വന്ന് വീണ് പോകും. മാത്രമല്ല അവരുടെ സ്വഭാവത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരു അച്ഛൻ്റെ മകന്, ഒരു കുഞ്ഞു കുട്ടിക്ക് ഒരു പേടി ഉള്ളിൽ വീണ് കഴിഞ്ഞാൽ ആ ട്രോമ ഒരിക്കലും ചിലപ്പോൾ പോയെന്ന് വരില്ല. ഇതിനെ ട്രോമ ട്രാൻസ്മിഷൻ എന്നൊക്കെ പറഞ്ഞ് ഇതിന് സൈക്കോളജി തന്നെ പല രീതിയിലും പേരൻസിൽ നിന്ന് കുട്ടികളിലേക്ക് ട്രോമ കടന്നു വരുന്നതും സൊസൈറ്റി കുട്ടികളിലുണ്ടാക്കുന്ന ട്രോമയും മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കുട്ടികളിലുണ്ടാക്കുന്ന ട്രോമയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ഒരു തരത്തിലൊരു കർമ്മ ഷെയറിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുമെന്നുള്ളത് നമ്മളെ നല്ലപോലെ ബാധിക്കും. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഒരു സെൽഫ് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു സെൽഫ് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യക്തിത്വത്തിന് ഭയങ്കരമായ ശക്തി ഉണ്ടെങ്കിൽ മറ്റൊരാൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല, നമ്മൾ അയാളായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഇതിനൊക്കെ പുറമേ തന്നെ പലരും ചോദിക്കാറുണ്ട്, ഈ കർമ്മഫലം നമ്മുടെ തലയിൽ വന്നു ഇതൊരു തരം ഷെയറിംഗ് ആണ് സംഭവിക്കുന്നത്. നമുക്ക് അവരുമായിട്ട് നമ്മൾ ഇടപഴകാതാവുമ്പോൾ ആ ഒരു ഷെയറിങ് കുറയും. പക്ഷേ അല്ലാതെ പൂർണ്ണമായ കർമ്മഫലം നമ്മുടെ മണ്ടയിൽ വന്ന് വീഴുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആരും തിയോളജിക്കലി പറഞ്ഞ കാര്യമില്ല. കുറച്ച് ഞാൻ രമണ മഹർഷിയുടെ നിന്ന് കടം എടുക്കുന്നുണ്ട്. കാരണം പുള്ളി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ രമണ മഹർഷി ഒരു 70 വയസ്സോളം എത്തുന്ന സമയത്ത്, 70 വയസ്സിന് മുമ്പ് തന്നെ ഒരു 68 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സർക്കോമ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തോളിലെ കൈയുടെ ഈ ഭാഗത്തായിട്ട്. അന്നത്തെ ഒരു മെലിഗ്നൻറ്റ് ക്യാൻസറാണ്. അപ്പോൾ അന്ന് ക്യാൻസറിന് വലിയ ചികിത്സയൊന്നുമില്ല. പല ആയുർവേദം തൊട്ട് അലോപ്പതി തൊട്ട് അന്നുള്ളതിലെ ഏറ്റവും മാക്സിമം ചികിത്സകളൊക്കെ പരീക്ഷിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരൊക്കെ വലിയ ഫേമസ് ആയിട്ടുള്ള വ്യക്തികളും സായിപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഒരു സാധാരണക്കാരനായ ഒരു ഇന്ത്യക്കാരന് കിട്ടാവുന്നതിൻ്റെ മാക്സിമം ചികിത്സ അന്ന് അവരെ എത്തിച്ചു കൊടുത്തു അദ്ദേഹത്തിന്. പക്ഷേ ഒരു ഉപയോഗം ഉണ്ടായില്ല. അദ്ദേഹം ചികിത്സയ്ക്ക് റെഡി ആയിരുന്നില്ല. അദ്ദേഹം ആരോടും പരാതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം എൻ്റെ കയ്യിൽ ക്യാൻസർ ഉണ്ടേ എന്ന് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കണ്ട അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, അതൊരു കയ്യിൽ ക്യാൻസർ വളർന്നു വരുന്നത് കാഴ്ചക്കാർക്ക് കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ അത് കണ്ട് അവർ ഭയങ്കര വിഷമിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ ചികിത്സിക്കട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. അവരൊരുപാട് ട്രൈ ചെയ്തു. പക്ഷേ ഒന്നും വർക്കൗട്ട് ആയില്ല. അന്നത്തെ പല ട്രീറ്റ്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്റ്റെറിലൈസ് ചെയ്ത് നല്ല ചൂടാക്കി തിളപ്പിച്ചെടുത്ത ചില എക്യുപ്മെൻറ്റ്സ് കൊണ്ട് ഇവിടുത്തെ തൊലി ഇങ്ങനെ ചെത്തിക്കളയും. അതിന് അദ്ദേഹം അനസ്തേഷ്യ പോലും സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം അതിലൊക്കെ കൂളായിട്ടിരുന്നു. ഇത് നമുക്ക് ലാസ്റ്റ് പറയേണ്ട കാര്യമാണ്. അദ്ദേഹം ആ സിറ്റുവേഷനിൽ എങ്ങനെ കൂളായിരുന്നു എന്നുള്ളതിന് നമുക്ക് പിന്നീട് പറയേണ്ട ഒരു കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം പറയാം. അപ്പോൾ അദ്ദേഹം ഒരു മഹാജ്ഞാനിയാണെന്നാണല്ലോ പൊതുവേ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരൊക്കെ എന്തായാലും അത് വിശ്വസിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർ ഒരുപാട് പേര് അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചു, നിങ്ങളൊരു മഹാജ്ഞാനിയല്ലേ, നിങ്ങൾ ദൈവതുല്യനായി നമ്മൾ കാണുന്നു, നിങ്ങളുടെ കയ്യിലെ ക്യാൻസർ പൂർണ്ണമായി ക്യൂർ ചെയ്ത് നിങ്ങൾക്ക് നല്ല ആരോഗ്യവാനായി മാറിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ രമണ മഹർഷി പറഞ്ഞു, എനിക്ക് ഈ പറയുന്ന കർമ്മങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? അവർ തന്നെ എന്നോടത് ക്യൂർ ചെയ്യാൻ പറയുന്നു എന്ന് പറഞ്ഞു. ബേസിക്കലി അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരുടെ കർമ്മഫലങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കണം. അദ്ദേഹത്തിൻ്റെ ശരീരം അട്രാക്റ്റ് ആണ്. അദ്ദേഹം അറിഞ്ഞും അറിയാതെ, കാരണം ഒരു ജ്ഞാനിക്ക് വില്ലില്ല. സോ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വന്ന് അത് വീഴുകയാണ്. കാരണം അങ്ങനെ ഒരാളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈബ്രേഷൻ ലെസ്നെസ് ഓർ വൈബ്രേഷൻ ഹയർ ഫോംനെസ്
എന്തോ രണ്ടിലൊന്ന് ഏതോ ആവട്ടെ, അത് ഇതിനെല്ലാം പിടിച്ചെടുക്കും. അതുകൊണ്ടാണ് ജ്ഞാനിയുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര കാമാവുമെന്ന് പറയുന്നത്. കാരണം നമ്മുടെ പാപങ്ങളെല്ലാം അതിലേക്ക് ഒരു ബ്ലാക്ക് ഹോൾ പോലെ അതിങ്ങനെ അട്രാക്ട് ചെയ്തെടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് കാരണമാണ് അദ്ദേഹത്തിന് ഇതെല്ലാം വന്ന് വീഴുന്നത്. കാരണം അപ്പോൾ ഒരു ചോദ്യം, രമണ മഹർഷി കർമ്മഫലം ഫലിക്കുമെന്ന്. രമണ മഹർഷി ശുദ്ധമായ ബോധമായി മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് അതൊന്നും ബാധിക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലാണ് ഇതെല്ലാം വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പശുവിനും പിന്നെ പഴനിസ്വാമിക്ക് ഹാഫ് എൻലൈറ്റൻമെൻറ്റും കിട്ടിയതിൽ അദ്ദേഹത്തിനൊരു വലിയ പങ്കുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം കർമ്മ ഇത് ജന്മാന്തരങ്ങളുടെ ഫലം അദ്ദേഹത്തിൽ വന്ന് വീണു എന്നാണ് പറയുന്നത്. എനിവേ ഞാനിപ്പോൾ ഇത്രയും പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ കർമ്മ വേറൊരാളുടെ ശരീരത്തിലേക്ക് ഒരാളുടെ ലൈഫിലേക്ക് വന്ന് വീഴും, അതെടുക്കാൻ പറ്റും എന്നുള്ളൊരു പോസിബിലിറ്റിയാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നത്. രമണ മഹർഷി ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു മഹാജ്ഞാനി ഇത് ഒരു സെൽഫ് ഹീലിംഗ് പ്രോസസ്സാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന ഭക്തന്മാർക്കൊക്കെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. പക്ഷെ നമുക്കാർക്കും മറ്റുള്ളവരുടെ കർമ്മം ഏറ്റെടുക്കണം എന്നൊരു താല്പര്യമില്ല. എന്നിട്ട് മറ്റുള്ളവരുടെ കർമ്മം നമ്മുടെ തലയിൽ വന്ന് വീഴൂ. ഇതാണ് പൊതുവെ ഞാൻ കേൾക്കാറുള്ളൊരു ചോദ്യം. എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അവിടെ പറയുന്നത്. ഇതിന് സയൻറ്റിഫിക് ആധികാരികതയൊന്നുമില്ല. എനിവേ, നമ്മൾ ഒരാളെ പറ്റി കണ്ടിന്യൂസ്ലി കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാളുടെ കർമ്മം നമ്മുടെ തലയിൽ വന്ന് വീഴുക എന്നുള്ളത് 100% ശരിയാണെന്ന് എനിക്ക് അനുഭവമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അത് വന്ന് വീണിരിക്കും. നമ്മൾക്കൊരാളോട് ഭയങ്കരമായ ദേഷ്യം ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നഷ്ടം സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് അയാൾ നശിക്കാനായി നോക്കിയിരിക്കുന്ന നമുക്കായിരിക്കും നാശങ്ങളെല്ലാം വന്ന് വീഴുന്നത്. കാരണം അയാളുടെ കർമ്മം നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന ഫോക്കസ്, നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ അവയർനെസ്, നമ്മുടെ ബോധം, അതിനാണ് പ്രാധാന്യം, അതിനാണ് ശക്തിയുള്ളത്. അതില്ലെങ്കിൽ നമ്മൾ വെറും വേസ്റ്റാണ്, നമ്മൾ വെറും ഡെഡ് ബോഡിയാണ്, വെറും ജഡശരീരമാണത്. അതില്ലെങ്കിൽ ഒന്നുമില്ല. ബോധമില്ലെങ്കിൽ ഈ ശരീരം കൊണ്ട് ഒന്നിനും കൊള്ളില്ല. പുഴു അരിച്ച് എടുത്ത് കളയാനേ കൊള്ളാവും. അത് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ വെട്ടി കളഞ്ഞ് കറി വെച്ച് തിന്നാൻ പറ്റുമായിരിക്കും ചില ആൾക്കാർക്ക്, വെറും മാംസമാണല്ലോ. അതുകൊണ്ട് അപ്പം നമ്മുടെ അറ്റൻഷനാണ് വില. നമ്മുടെ അറ്റൻഷൻ നമ്മളൊരു വ്യക്തിയിലോട്ട് കൊടുക്കണം. നമ്മൾ മോശമായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ അത് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ അറ്റൻഷൻ്റെ പവർ കൊണ്ട് നമ്മളത് നമ്മുടെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്ന എടുത്തെടുത്ത് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയുന്നത് എൻ്റെ തിയോളജി ആയതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയ കാര്യമായതുകൊണ്ടാണ് പറയുന്നത്. വേറെ ആരെയും ഇപ്പം ഞാൻ രമണ മഹർഷി എപ്പോഴും കോട്ട് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണെന്നാരും വിചാരിക്കേണ്ട കാര്യമില്ല. ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണത്. അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും നമ്മളൊരാൾ പ്രാകുമ്പോൾ പലപ്പോഴും നമ്മളൊരാൾ പ്രാഗി കഴിഞ്ഞ് നമ്മൾ പ്രാകുന്ന ആൾ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു പോകുമെന്ന് തോന്നും. ഇത് കാണുന്നതുകൊണ്ടാണ് പണ്ട് ഈ ബൈബിളിൽ പോലും പറഞ്ഞിട്ടുണ്ട്, ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുമെന്ന്. കാരണം ദുഷ്ടൻ നശിക്കാൻ വേണ്ടി ഒരുപാട് പേര് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ആ ദുഷ്ടൻ്റെ കർമ്മം പോയി വീഴാനാണ് സാധ്യത. അതേസമയം ഈ ദുഷ്ടൻ എന്താണ് ആഗ്രഹിക്കുന്നത്? മറ്റൊരാളുടെ കർമ്മം അല്ലെങ്കിൽ അവൻ നശിച്ചു പോകണമെന്നല്ല ദുഷ്ടൻ ആഗ്രഹിക്കുന്നത്. ദുഷ്ടത്തരം ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അവൻ എപ്പോഴും നോക്കുന്നത് എന്താണ്? അവൻ അവൻ്റെ കാര്യം മാത്രമാണ് നോക്കുന്നത്. അവന് ലാഭം ഉണ്ടാവാനുള്ള കാര്യങ്ങൾ മാത്രം അവൻ നോക്കുന്നു. മറ്റൊരാൾക്ക് നഷ്ടം ഉണ്ടാവുന്നു ഇല്ല എന്നുള്ള അവൻ്റെ കൺസേണേ അല്ല. അങ്ങനെയാണ് ഈ കർമ്മത്തിൻ്റെ ഒരു ലോ വർക്കാവുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് പുറമേ തന്നെ ഇപ്പോൾ എമ്പത്തറ്റിക് ആയിട്ടിരിക്കുക, കമ്പാഷനേറ്റ് ആയിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഹീലേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ കാര്യമൊക്കെയാണ് പറയുന്നത്. അവരോട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കൊരു ഭയങ്കര ആശ്വാസവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ മറ്റുള്ളവരുടെ ട്രോമ നമ്മുടെ തലയിൽ ഇങ്ങനെ ഭയങ്കരമായി വന്ന് വീഴുന്നതായിട്ട് അവർ തന്നെ പലരും എന്നോട് ഇങ്ങനെ അനുഭവം ഉണ്ടായതായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവരുടെയൊക്കെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഒരാളെ ട്രോമ ഹീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്, മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മളടുത്ത് ഒരാൾ വന്നൊരു കാര്യം പറയുമ്പോൾ അയാൾക്കൊരു ആശ്വാസം കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ അയാൾ പറയണോ, എനിക്ക് അവനോട് സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ ആ ഹീലറിൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് വലിയ ആശ്വാസം ഉണ്ടായി, അതെനിക്കൊരു മഹാഭാഗ്യം, അയാളൊരു വലിയ മനുഷ്യനാണെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഈ ഹീലറിൻ്റെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഉള്ളൊരു ഈഗോ വർക്കാവുകയാണ്. അപ്പോൾ ആ ഈഗോ ആ ഒരു മനുഷ്യൻ വിചാരിക്കണം, ഓ ഞാനൊരു സംഭവം തന്നെ, അല്ലെങ്കിൽ അയാൾക്കൊരു ആശ്വാസം കൊടുക്കുക എനിക്ക് കഴിഞ്ഞല്ലോ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ അയാളുടെ ആ ആശ്വാസത്തിൽ, അയാൾക്ക് ചെയ്തു കൊടുത്ത ആക്ടിവിറ്റിയിൽ നമ്മുടെ സെൽഫിനെ പതിപ്പിക്കുകയാണ്. അതായത് നമ്മൾ ആ ആക്ടിവിറ്റിയോട് സെൽഫ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. സെൽഫ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ആ കർമ്മം നിങ്ങളുടെ തലയിൽ തന്നെ വന്ന് വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം ഇത് ഞാനല്ല ചെയ്യുന്നത്, ഞാൻ വേറെ ഒരു ടൂളാണ്, ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത്, ഇത് ബോധത്തിൽ സംഭവിച്ചു പോകുന്ന ഒരു സംഭവങ്ങളുടെ ഒരു തുടർച്ച മാത്രമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മേലിൽ അത് വീഴില്ല. അത് വിചാരിച്ചാൽ മാത്രം പോരാ, അത് നമ്മളങ്ങനെ വിശ്വസിക്കണം. നമ്മളങ്ങനെ ജയിക്കുക, കർമ്മം വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നതായിട്ട് വരുത്താം. പക്ഷേ ശരിക്കും എനിക്കറിയാം ഞാനാണ് അവൻ്റെ പ്രശ്നം മാറ്റിയത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓബിയസ്ലി നിങ്ങളുടെ തലയിൽ അത് വന്ന് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നമ്മുടെ ലൈഫിൽ കർമ്മഫലങ്ങൾ ബിൽഡായി പോകുന്നത് ഇങ്ങനെയാണെന്ന് പൊതുവെ പറഞ്ഞത്. അതായത് നമ്മുടെ സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ, നമ്മുടെ ഉള്ളിൽ ഞാനെന്ന് പറയുന്ന ഭാവം ഇതെല്ലാം ചെയ്യുന്നത്, എന്ത് ചെയ്യുമ്പോഴും അത് ഞാനാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ ഫലവും നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും.
നോ കർമ്മ ഗോസ് വിത്തൗട്ട് എനി റിയാക്ഷൻ. നല്ല കാര്യം ചെയ്താലും മോശം കാര്യം ചെയ്താലും, ഈ നല്ലതും മോശവും ഒക്കെ സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നല്ലതായാലും മോശമായാലും സാഹചര്യത്തിനനുസരിച്ചുള്ള നല്ലത് തന്നെ ചെയ്താലും അതിന് ഒരു മറുപടി ഉണ്ട്. എന്താണോ നമ്മൾ സെൽഫ് ഐഡൻറ്റിഫിക്കേഷനിൽ നിന്ന് ചെയ്യുന്നത് അതിനെല്ലാത്തിനും ഒരു വിപരീത ഫലമുണ്ട്. അത് മറക്കാതിരിക്കുക, നല്ലതായാലും ചീത്തയായാലും. ഇപ്പം ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ദൈവമാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് ചെയ്യാം, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു ശക്തിയാണ് എന്ന് എന്താണ് വിചാരിക്കുക. ലൈക്ക് നിങ്ങളുടെ ഉള്ള ഈഗോ, നിങ്ങളുടെ ഉള്ള സെൽഫ് ഐഡൻറ്റിറ്റിക്ക് ഈ ചെയ്യുന്ന കാര്യങ്ങളുടെ ബാധ്യത എടുത്ത് വെച്ചു കൊടുക്കാതിരുന്നാൽ മതി. അതാണ് ഏറ്റവും എളുപ്പമുള്ളൊരു വഴി. ഇതിന് പുറമേ തന്നെ നമ്മൾ ഈ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം പകർന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല പലരും ചില ആൾക്കാരുടെ കഥ കേൾക്കാൻ പോയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു അടുത്ത കൂട്ടുകാരൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കൂട്ടുകാരൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരി ആരോ ആവട്ടെ, നമ്മൾക്ക് എല്ലാ വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങളായിരിക്കും ഈ കൂട്ടുകാരി കേട്ടോ ചിലപ്പോൾ, അത് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ ഈ കൂട്ടുകാരുടെ അടുത്ത് പോയി നിങ്ങളുടെ വിഷമമൊക്കെ പറയണം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങളൊരു കൂട്ടുകാരൻ വന്ന് ഈ വിഷമം അത്രയും പറയുകയാണ് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ ഈ വിഷമം കേൾക്കുന്നു. നിങ്ങൾ വിഷമം കേൾക്കുന്നത് അവരുടെ അടുത്തുള്ള എമ്പതി കൊണ്ടോ ആശ്വാസം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടോ ആയിരിക്കില്ല. നിങ്ങളിത് കേൾക്കുന്നത് അവനൊരു പണി കിട്ടി, ഇത് കേൾക്കുമ്പോൾ ഒരു സുഖം. നമ്മൾ അവരുടെ അയ്യോ എനിക്ക് നിനക്ക് ഈ വിഷമം സംഭവിച്ചു പോയാൽ എനിക്ക് വലിയ വിഷമം ഉണ്ടാ എന്നൊക്കെ പറയുമായിരിക്കാം. പക്ഷേ ഇത് കേൾക്കുമ്പോൾ നമുക്ക് സബ് കോൺഷ്യസ്ലി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു സന്തോഷമുണ്ട്. ചിലപ്പോൾ അറിയാത്തൊരു ചിരി തന്നെ നമ്മുടെ മുഖത്ത് വന്നെന്നിരിക്കും. കാരണം ഇവൻ പണ്ട് എപ്പോഴെങ്കിലും നമ്മുടെ അടുത്തൊരു ചോറ് കാണിച്ചിട്ടുണ്ടാകും, നമ്മളെ കൂട്ടുകാരനൊക്കെ തന്നെ. പക്ഷെ അന്ന് അവനെ കളിയാക്കി, അല്ലെങ്കിൽ ഇതുപോലൊരു സാഹചര്യത്തിൽ ഞാൻ വന്നപ്പോൾ അവൻ ചിരിച്ചു. അതുകൊണ്ട് ഇന്ന് അവൻ ആ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുമോ അവനത് കിട്ടി, ദൈവം കൊടുത്തു, ഇപ്പം അവന് മനസ്സിലായി കാണും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ കഥ കേൾക്കാതിരിക്കുന്നത്, അല്ലാതെ എമ്പതി കൊണ്ടല്ല. അങ്ങനെ ചെയ്യുമ്പോഴും ആ ഒരു അയാളുടെ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു കർമ്മത്തിൻ്റെ പോർഷൻ നിങ്ങളിലേക്ക് വളരെ അട്രാക്റ്റഡ് ആവാനുള്ള സാധ്യത 100% ആണ്. സത്യമാണ്, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇപ്പം ഞാൻ ഈ രമണ മഹർഷിയുടെ കാര്യം നേരത്തെ ആദ്യം പറഞ്ഞല്ലോ, ഇനി അതിൻ്റെ ഫോളോ അപ്പ് പറയാം. രമണ മഹർഷിയുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ പറയാം, അദ്ദേഹത്തിൻ്റെ സർക്കോമ ഇങ്ങനെ ആ സ്കിൻ പോർഷൻ ഇങ്ങനെ ചെത്തിയെടുക്കുമ്പോൾ ചെത്തിക്കളയാണ് സ്കിന്ന്. ആലോചിച്ച് നോക്കണേ, അവിടെ ഇങ്ങനെ റെഡിഷ് കളറിൽ ആ ചത കാണാൻ പറ്റുമെന്നാണ് അന്ന് നേരിട്ട് കണ്ട ആൾക്കാർ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി. അവരൊക്കെ എഴുതിയ ബുക്കുകളിലൊക്കെ നമുക്കത് വായിക്കാൻ പറ്റും. അപ്പോൾ രമണ മഹർഷി ഇതിലൊന്നും കുലുങ്ങിയില്ല. അദ്ദേഹം അനസ്തേഷ്യ ഒന്നും എടുക്കാതെ കൂളായിട്ട് കാമായിട്ടിരുന്നു. രമണ മഹർഷി ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത പരിചയമില്ലാത്തൊരു ഡോക്ടറാണ് ഈ ചികിത്സ ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഇത് കണ്ട് ഞെട്ടി. രമണ മഹർഷി പഠിച്ച് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം രമണാശ്രമം കുറച്ച് ബെറ്ററായപ്പോൾ രമണ മഹർഷിയെ പറ്റിയുള്ള ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ അവർ ബുക്കാക്കുന്ന സമയത്ത് ഈ ഡോക്ടർ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ തിരക്കി പോയി അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ആശ്രമത്തിലെ ആളുകൾ. അദ്ദേഹത്തിൻ്റെ അനുഭവം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഞെട്ടിച്ചൊരു അനുഭവമായിരുന്നത്. അതായത് ജീവിതത്തിൽ ഇതുപോലൊരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അദ്ദേഹം അന്തം വിട്ടുപോയി. കാരണം ഒരു മനുഷ്യൻ്റെ ചതയാണ് ഈ വെട്ടിയെടുക്കുന്നത്. ആ മനുഷ്യൻ അൺകോൺഷ്യസ് അല്ല. ജനറൽ അനസ്തേഷ്യ മാത്രമേ എന്തോ എടുത്തിട്ടുള്ളൂ പുള്ളി മറ്റേ ഹൈ ഡോസ് അനസ്തേഷ്യ എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ചെറിയ ഇവിടെ സ്കിൻ മരവിപ്പിക്കുന്ന പരിപാടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. മറ്റേ പ്യുവർ അൺകോൺഷ്യസ് ആകുന്ന അനസ്തേഷ്യ എടുത്തിട്ടില്ല. എന്നിട്ട് പോലും ആ ഒരു സാഹചര്യത്തിൽ എന്നാൽ പോലും ഭയങ്കരമായ വേദന. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ ഉള്ളിൽ മരവിപ്പിച്ചാലും പല്ലെടുക്കുമ്പോൾ എന്ത് വേദനയാണെന്ന്. അപ്പോൾ അതിൻ്റെ 10 ഇരട്ടി വേദനയാണ് ഇവിടെ 10 ഇരട്ടിയില്ല, ഒരു 100 ഇരട്ടി വേദനയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം വളരെ നോൺ ചലാൻ്റായിട്ട് ഇങ്ങനെ കാമായിട്ട് സ്വസ്ഥമായിട്ട് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ഇരിക്കുന്നത് കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയെന്ന് പറഞ്ഞു. അദ്ദേഹം ലോകത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മനുഷ്യനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ മാറ്റിയ ആ ഇൻസിഡൻ്റ് ആണെന്ന് ആ ഡോക്ടർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, എന്തുകൊണ്ടാണ് രമണ മഹർഷിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റിയത്? ഇത്രയും പേരുടെ കർമ്മമൊക്കെ അദ്ദേഹം ഏറ്റെടുത്തില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വന്ന് വീണയല്ലേ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ശുദ്ധ ബോധാവസ്ഥയിലായിരുന്നത് കൊണ്ടാണ്. അദ്ദേഹം പ്യുവർ കോൺഷ്യസ്നെസ് ആയിരുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ബേസിക്കലി നമ്മുടെ ഇനേറ്റ് ബീയിങ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ശുദ്ധമായ ബോധമാണ്, പ്യുവർ കോൺഷ്യസ്നെസ് ആണ്, അല്ലെങ്കിൽ പ്യുവർ അവെയർനെസ് ആണ് യാഥാർത്ഥ്യം. ഈ ശരീരവും നമ്മുടെ ഉള്ളിലെ ഞാനെന്ന് പറയുന്ന ഭാവവും ഇതൊക്കെ നമ്മുടെ സെൽഫ് ഐഡൻറ്റിഫിക്കേഷനാണ്. അപ്പോൾ ഈ ഐഡൻറ്റിഫിക്കേഷനുകൾക്ക് പല പല ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ വരും. ഈ കർമ്മവും കർമ്മഫലവും ഒക്കെ ബാധിക്കുന്നത്, ഇതൊക്കെ വന്ന് വീഴുന്നതും ഈ ശരീരത്തിനും മനസ്സിനും ഒക്കെയാണ്. നിങ്ങൾ ശുദ്ധ ബോധാവസ്ഥയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു കർമ്മവും ബാധിക്കില്ല. നിങ്ങൾ ഓൾറെഡി നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങൾ കൊണ്ട് നേടിയെടുത്ത കർമ്മമൊക്കെ, അല്ലെങ്കിൽ ആ കർമ്മത്തിൻ്റെ വാസനകളൊക്കെ അലിയിച്ച് കളയാൻ ശുദ്ധ ബോധാവസ്ഥയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സാധിക്കും. അതൊരു സത്യമാണ്. ഇനി ശുദ്ധബോധാവസ്ഥയിൽ ഇപ്പോൾ എല്ലാവർക്കും ഇരിക്കാനൊന്നും പറ്റത്തില്ല. അതായത് ഇപ്പം നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഞാൻ ശുദ്ധബോധമാണേ, അതുകൊണ്ട് എനിക്ക് കർമ്മമൊന്നും വരല്ലേ എന്ന് പറഞ്ഞാൽ വരാതിരിക്കൂ. ഉറപ്പായിട്ടും വരും, വന്നാലേ പറ്റൂ. ബിക്കോസ് നമ്മൾ ഈ കാണുന്ന ഫിസിക്കൽ റിയാലിറ്റി ഫിസിക്സിൻ്റെ ലോയ്ക്കെല്ലാം അപ്ലൈബിൾ ആണ്. അതുകൊണ്ട് ഓബിയസ്ലി നമുക്ക് കർമ്മഫലങ്ങളൊക്കെ വന്ന് വീഴും. സോ നമ്മളെന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ കർമ്മഫലങ്ങൾ വന്ന് വീഴുക, ഇതെല്ലാം ഒരു ബാധ്യതയാണ്. അപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ ദേഷ്യപ്പെടുന്നവരോട്ട് ഇടപഴകിയാൽ, ടോക്സിക് പീപ്പിളുമായിട്ട് ഇടപഴകിയാൽ, വിഷമമുള്ള ആൾക്കാരായിട്ട് ഇടപഴകി കഴിഞ്ഞാൽ
നമ്മുടെ ജീവിതത്തിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന്. അത് പ്യുവർലി അവരെ കർമ്മ നമ്മൾ ഏറ്റെടുത്തുന്നല്ല, ഇതൊരു തരം കർമ്മ ഷെയറിംഗ് ആണ് നടക്കുന്നത്. അപ്പം അവരെയൊക്കെ ഒഴിവാക്കി നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ ടോക്സിക് ട്രൈറ്റ് കാണിക്കുന്നത് നമ്മുടെ പ്രായമായ അമ്മയായിരിക്കും. അമ്മ പണ്ടെങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ വയസ്സായപ്പോഴായിരിക്കും അങ്ങനെ ആയത്. ചിലപ്പോൾ പണ്ട് മുതലേ കുട്ടിക്കാലം മുതലേ ടോക്സിസിറ്റി കാണിക്കുന്ന അമ്മമാരും ഉണ്ട് ഈ ഭൂമിയിൽ. എല്ലാ അമ്മമാരും മാതൃത്വത്തിൻ്റെ പരമമായ ഒരു സ്വർഗീയ അവസ്ഥയിൽ നിൽക്കുന്നവരൊന്നുമല്ല. പലരും അവരുടെ കോൺഷ്യസ് ലെവൽ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, അവരുടെ കർമ്മഫലം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ അമ്മയ്ക്ക് വയ്യ, അമ്മ വളരെ ക്രൂരമായി നമ്മളോട് പെരുമാറുന്നു, അല്ലെങ്കിൽ അമ്മ നമ്മളെ ചീത്ത വിളിക്കുന്നു, അമ്മ നമ്മൾ ചെയ്യുന്നൊന്നും മനസ്സിലാക്കുന്നില്ല, അമ്മ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആ കർമ്മ ഷെയറിങ് വേണ്ട, അല്ലെങ്കിൽ ആ കർമ്മഫലം നമ്മുടെ തലയിൽ വീഴണ്ട, നമുക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് അമ്മയെ കൊണ്ട് വൃദ്ധസ്ഥാനത്തിലാക്കാൻ പറ്റും, ഒഴിവാക്കി കളയാൻ പറ്റും. അതിനും വേറെ പാപങ്ങളാണ്. കാരണം ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നമ്മുടെ കർമ്മവും നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ബോഡി കടന്നു പോകേണ്ട കാര്യങ്ങളോട് നമുക്ക് കടന്നു പോയാലേ പറ്റൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ ഇല്ലാതിരിക്കുക. അതായത് ദേവദൂതൻ സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ, എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്നെ സംരക്ഷിക്കുന്ന ഒരു ശക്തി എവിടെയോ ഉണ്ടെന്ന് പറയുന്നത് പോലെ, ശക്തി എവിടെയോ ഉണ്ടെന്നല്ല ഇവിടുത്തെ പോയിന്റ്, എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നിങ്ങളല്ല ചെയ്യുന്നത്, നിങ്ങളിലൂടെ സംഭവിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മളാണിത് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ ഞാനെന്ന് പറയുന്ന ഭാവം, നമ്മുടെ ഈഗോ ആണ് വിചാരിക്കുന്നത് ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിൻ്റെ ഫലം ഉണ്ടാവും. ഇതെല്ലാം അങ്ങ് സംഭവിച്ചു. ഇതെല്ലാം ഒരു ഹാപ്പനിങ്സാണ്. എപ്പോഴും ഞാൻ ഈ മോഹൻലാൽ തന്നെ, ഇപ്പോൾ ദേവദൂതനുള്ള ആക്ടറായ നമ്മുടെ മോഹൻലാൽ സാറ് തന്നെ എപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? ഇതെല്ലാം ഒരു ഹാപ്പനിങ്സാണ്, ഇതൊന്നും നമ്മുടെ കയ്യിലല്ല, അല്ല സംഭവിക്കുകയാണ് അങ്ങനെ. അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ സ്പിരിച്വലി ഇത്തരം കാര്യങ്ങളൊക്കെ വായിക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അത് മനസ്സിലാക്കിയായിരിക്കും അദ്ദേഹം ചിലപ്പോൾ അങ്ങനെ ജീവിക്കുന്നത്. അദ്ദേഹം പറയും, ഇവിടെ എല്ലാം ഹാപ്പനിങ്സാണ്, ഇതെല്ലാം സംഭവിച്ചു പോവുകയാണ്, നമ്മളിതിലൊന്നും ഉത്തരവാദികളല്ല. നല്ലത് സംഭവിച്ചാലും ചീത്ത സംഭവിച്ചാലും അതൊരു ഹാപ്പനിങ് ആണ്, അതിങ്ങനെ കടന്നു പോകും എന്ന് മനസ്സിലാക്കി ഇരുന്നാൽ മതി. അവനവൻ്റെ സത്തയിൽ ഇരുന്നാൽ മതി എന്ന് പറയും. അവനവൻ്റെ സത്ത എന്ന് പറയുന്നത് പ്യുവർ അവയർനെസ് ആണ്, പ്യുവർ കോൺഷ്യസ്നെസ് ആണ്, ശുദ്ധമായ ബോധാവസ്ഥയാണ്. അപ്പോൾ ശുദ്ധ ബോധാവസ്ഥയിൽ ഇരുന്നാൽ മതി. ഇനി ശുദ്ധ ബോധാവസ്ഥയിൽ ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ ആ സമയങ്ങളിൽ, ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യും, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഞാനല്ല ചെയ്യുന്നത്, സ്വയമേവ സംഭവിക്കുകയാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്താൽ മതി. കാരണം എല്ലാവർക്കും രാവിലെ എണീച്ച്, ഞാൻ പറഞ്ഞ പോലെ രാവിലെ എണീച്ച് നേരെ ഓടിപ്പോയി ശുദ്ധബോധാവസ്ഥയിൽ ഇരിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ജന്മജന്മാന്തരങ്ങൾ കൊണ്ട്, യുഗാന്തരങ്ങൾ കടന്നു വന്ന ഈ കോൺഷ്യസ്നെസ്സിന്, ഈ ഞാനെന്ന് പറയുന്ന ഭാവത്തിന് കോടാനുകോടി വാസനകളുണ്ട്. ഇതൊക്കെ തേച്ച് കളയാൻ ഒരുപാട് സമയമെടുക്കും. അതിനൊരുപാട് കാലം നമ്മൾ ശുദ്ധബോധാവസ്ഥയിൽ ഇരിക്കേണ്ടി വരും. എനിവേ, എല്ലാവർക്കും കർമ്മം ഒരുപോലെയല്ല, എല്ലാവർക്കും കർമ്മം വർക്ക് ചെയ്യുന്ന ഒരുപോലെയല്ല. പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ആങ്കർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എന്നെ എൻ്റെ ഗുരു സംരക്ഷിച്ചോളും, എൻ്റെ ദൈവം എന്നെ സംരക്ഷിച്ചോളും, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എന്നെ സംരക്ഷിച്ചോളും, അങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്കൊരു ആങ്കറിങ് ഉണ്ട്. അവരുടെ പേഴ്സണാലിറ്റി ഇതിലിങ്ങനെ കൊളുത്തിയാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് പലപ്പോഴും ഈ ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസ്, ഈ കർമ്മ ഷെയറിങ് കുറവേ സംഭവിക്കും. കാരണം അവരുടെ കർമ്മം മറ്റുള്ളവരായിരിക്കും ഷെയർ ചെയ്യുന്നത്. കാരണം അവരുടെ മൈൻഡിനൊരു സ്റ്റെബിലിറ്റി ഉണ്ട്. അവരെ മറ്റുള്ളവർക്ക് വലിയ കാര്യം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം, ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആവും. ഒരു വ്യക്തി വേറൊരു വ്യക്തിയുമായിട്ട് ഇടപഴകി തുടങ്ങുമ്പോൾ തന്നെ അയാളുടെ സംസാര രീതി, അയാളുടെ ആഹാര രീതി, ചിലപ്പോൾ അയാളുടെ വസ്ത്രധാരണം എല്ലാം മറ്റേ ആളെ പോലെ ആവും. പലരും കല്യാണം കഴിക്കുമ്പോൾ ഹസ്ബൻഡിനെ പോലെ ആവും, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിനെ പോലെ ആവും. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാവരും. ഇതുപോലെ ഒരു ഗുരുവിൻ്റെ ശിഷ്യൻ്റെ ഇടയിൽ തന്നെ സംഭവിച്ചവർ പറയും. ചില ഗുരുവും ശിഷ്യന്മാരും ഇതുപോലെ ഇൻഫ്ലുവൻസ് ആവുന്നത് കൊണ്ട് തന്നെ ചില ഗുരുവിൻ്റെ രൂപസാദൃശ്യം ശിഷ്യന്മാർക്ക് വരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, ഞാൻ അത് ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. സോ ഇതുപോലെ ഒരാളുടെ കർമ്മം മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെന്നും, ഒരാളുടെ കർമ്മം മറ്റൊരാളുടെ തലയിൽ വീഴുമെന്നും, അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമെന്നൊക്കെ ഉള്ള ഞാൻ നേരിട്ട് കണ്ട അനുഭവങ്ങളിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഇഫ് യു ലൈക്ക് ഇറ്റ് പറയണം. എവിടെ? കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു.